മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നേർച്ചയൂട്ടിനുള്ള കലവറ സജീവമായി. ശനിയാഴ്ച വൈകിട്ട് മുതൽ നിത്യസഹായ മാതാ ഓഡിറ്റോറിയത്തിൽ വിശ്വാസികൾക്കായി നേർച്ചയൂട്ട് ആരംഭിക്കും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 88ാം പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്കായി വിളമ്പുന്ന നേർച്ച ഊട്ടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാവിലെ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായുള്ള വെഞ്ചിരിപ്പ് കർമ്മത്തിനു ശേഷം അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് കലവറ സജീവമായത്. കൈക്കാരൻ ഷാജ് കെ സൈമൺ, ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, ഊട്ട് കമ്മിറ്റി കൺവീനർ MV ജോജു, ജോയിന്റ് കൺവീനർ KM ആന്റണി, ഊട്ട് കമ്മിറ്റി അംഗങ്ങൾ, പാചകത്തിന് നേതൃത്വം നൽകുന്ന മോഹനൻ വാഗ, സഹായികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി 25,000-ഓളം പേർ നേർച്ചയൂട്ടിൽ സംബന്ധിക്കുമെന്ന് ഊട്ട് കമ്മിറ്റിയുടെ കൺവീനർ MV ജോജു പറഞ്ഞു. മാതാവിന്റെ പെരുന്നാളിന്റെ 85ാം പെരുന്നാളിന്റെ ഊട്ട് തിരുനാളാണ് നമ്മൾ ആരംഭിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കൺവീനർ ആവുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഗ്യാസ് ആയിരുന്നു എല്ലാ കൊല്ലവും കിട്ടിയിരുന്നത്. ഇക്കൊല്ലം അത് വിറകാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 25,000 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 20,000 ആൾക്കാർ, ഉദ്ദേശം 20,000 ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കും. 5,000 പാർസൽ നമ്മൾ റെഡിയാക്കും. അതേപോലെ ചോറ്, സാമ്പാർ, മാങ്ങ അച്ചാർ ഇന്നലെ ഇട്ടു, മാങ്ങ അച്ചാർ, അതേപോലെ പയറും കായും ഉപ്പേരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഒരു വൈകിട്ട് 5 മണിക്ക് ശേഷം നമ്മളിവിടെ ഊട്ട് ആരംഭിക്കും. തുടർച്ചയായി നാളെ വൈകിട്ട് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ചോറ്, സാമ്പാർ, കായയും പയറും ഉപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളാണ് നേർച്ച ഊട്ടിനായി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നതെങ്കിൽ ഇക്കുറി ഗ്യാസിന്റെ ക്ഷാമത്തെ തുടർന്ന് വിറക് ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്നും ജോജു വ്യക്തമാക്കി. ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന നേർച്ച ഊട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ തുടരും. വിവിധ ദേശങ്ങളിൽ നിന്നായി തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും നേർച്ച ഊട്ട് കഴിക്കുന്നതിനുമായി ആയിരങ്ങളാണ് വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക. നേർച്ച ഊട്ട് ഏകദേശം 5,000-ലേറെ പാക്കറ്റും വിശ്വാസികൾക്കായി സജ്ജമാക്കും.